ഇനിയൊരു എത്തിനോട്ടങ്ങളാണ് മാത്രം. ജീവിച്ചെഴുന്നേറ്റ മനുഷ്യൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫതസ്തജീബൂന ബിഹംദിഹി വതളുന്നൂന ഇല്ല ബിസ്തും ഇല്ലാ ഖലീല. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം പരലോകത്തേക്ക് ഒരുമിച്ച് കൂടാനുള്ള ക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ, ആ വിളി കേട്ടുകഴിഞ്ഞാൽ, ഫതസ്തജീബൂന ബിഹംദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിച്ചുകൊണ്ട് ആ ക്ഷണം എല്ലാവരും സ്വീകരിച്ച് ഉത്തരം ചെയ്യുന്നതാണ്. അവിടെ മുഅ്മിനെന്നോ കാഫിറെന്നോ മുത്തഖിയായി വഴിപ്പെട്ടു നടക്കുന്നവനെന്നോ ധിക്കാരിയായ തമ്മാടിയെന്നോ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരും അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ആ ക്ഷണം സ്വീകരിക്കും. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു മലക്ക് വിളിച്ചു പറയുന്നു, അലാ ഫഖ്റുജൂ ഇലാ അർളിർ റഹ്മാൻ, കരുണാനിധിയാവുന്ന റബ്ബിന്റെ വിചാരണ സ്ഥലത്തേക്ക് പുറപ്പെടുവീൻ ജനങ്ങളെ എന്നുള്ള ഓർഡർ കേൾക്കുമ്പോ അല്ലാഹു തആല പറയുന്നു, യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅൻ കഅന്നഹും ഇലാ നുസുബിൻ യൂഫിദൂൻ. ഖബറിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അവന്റെ വിധി തീരുമാനത്തിനുള്ള വിളി കേട്ട് കഴിഞ്ഞാൽ, യൗമ യഖ്റുജൂന മിനൽ അജ്ദാസ്, ശ്മശാനങ്ങളിൽ നിന്നും പുറത്തു വരുന്ന ആ സന്ദർഭത്തിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? സിറാഅൻ, അതിശീഘ്രം, വളരെ വേഗത്തിലാണ് പുറപ്പെടുന്നത്. രീതി കഅന്നഹും ഇലാ നുസുബിൻ യൂഫിദൂൻ. ആ ഓട്ടത്തിന്റെ ശക്തി കണ്ടാൽ, ജനങ്ങളുടെ ധൃതി കണ്ടാൽ തോന്നുക ഇതൊരു മത്സര മൈതാനിയാണ്. ഈ മൈതാനിയിൽ ഓട്ടം അവസാനിപ്പിച്ച് വിജയപരാജയം തീരുമാനിക്കാനുള്ള അതിർത്തിക്കുറ്റി അടയാളം വെച്ചിട്ടുണ്ട്. ആ അടയാളത്തിലേക്ക്, ആ അതിർത്തിയിലേക്ക് ആരാണ് ആദ്യം എത്തിച്ചേരുന്നത് എന്നറിയാൻ വേണ്ടി സ്വന്തം തടി മറന്ന് മത്സരാർത്ഥികൾ ഓടുന്നത് പോലെ കഅന്നഹും ഇലാ നുസുബിൻ യൂഫിദൂൻ. നുസുബ് എന്ന് പറഞ്ഞാൽ വിജയിച്ചാൽ ആദ്യം ഈ കുറ്റി പിടിക്കുന്ന ആളാണ് വിജയിക്കുക. ഓട്ട മത്സരങ്ങളൊക്കെ ഇപ്പൊ ധാരാളം പരിചയമുണ്ടല്ലോ, അത് പണ്ടുണ്ടായിരുന്നു എന്നാ ഇന്ന് മനസ്സിലാകുക. അങ്ങനെ ഓട്ട മത്സരത്തിൽ വിജയത്തിന്റെ പോയിന്റിൽ കുറിച്ച കുറ്റി നാട്ട് ആദ്യം ആരാണ് എത്തുന്നത് എന്നറിയാൻ വേണ്ടി അതിവേഗത്തിൽ ഓടുന്നത് പോലെ പിന്നൊരു നെട്ടോട്ടമാണ് ഖബറിൽ നിന്നിട്ട്. അത് എങ്ങനെ ലക്ഷ്യമറിയോ? എല്ലാവരും ഒരു രീതിയിലാണോ? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യഖ്റുജൂന കഅന്നഹും ജറാദും മുന്തശിർ. ഖബറിൽ നിന്നിട്ട് എഴുന്നേറ്റ് ആദം നബി അലൈഹിസ്സലാം തൊട്ട് ഖിയാമത്ത് നാൾ വരെ കഴിഞ്ഞുപോയ ബഹുകോടി ജനങ്ങൾ ഒന്നിച്ച് ജീവൻ സിദ്ധിച്ച് എഴുന്നേറ്റ് അവര് ദിശയറിയാതെ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊരു മാർഗം പോലും അറിയാതെ, അല്ലാഹു കൽ ഫറാശിൽ മബ്സൂസ്, വെളിച്ചത്തിൽ പാറ്റ പൊടിഞ്ഞാൽ അതല്ലെങ്കിൽ പുതുമഴ വർഷിച്ചിട്ട് പ്രാണികൾ തുരുതുരാ വിവിധ ഭാഗങ്ങളിൽ നിന്നിട്ട് ഈ ലൈറ്റിലേക്ക് പറന്നെടുക്കുന്നത് പോലെ ഖബറിൽ നിന്നിട്ട് എഴുന്നേറ്റവര് വിവിധ ലക്ഷ്യങ്ങളിലേക്ക് വിവിധ രീതിയിൽ ഓടുകയാണ്. എവിടെയും നടത്തല്ല. നേരത്തെ പറഞ്ഞ മത്സര മൈതാനിയിൽ വിജയത്തിന്റെ പോയിന്റിലേക്ക് ഓടുന്നത് പോലെ ഇനി പറയുന്നത് ജറാദ് കാന്നഹും ജറാദും മുന്തശിർ. പരന്ന ജറാദ് എന്ന് പറഞ്ഞാൽ അട്ടിയട്ടിയായിട്ട് വന്ന് വീഴുകയാണ്. എവിടുന്നാ വരുന്നതെന്നോ എങ്ങോട്ടാ പോകുന്നോ യാതൊരു രക്ഷയുമില്ല. ഈ നിലക്ക് എന്നാൽ വ്യത്യസ്തങ്ങളായ അവസ്ഥയാണ് അപ്പോൾ തന്നെ അനുഭവപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട് മഹ്ശറയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള യാത്രയെ സംബന്ധിച്ച് തന്നെ പറയുന്നത്, യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫദാ വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദാ. ഖബറിൽ നിന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ തമ്മാടികളും
സത്യനിഷേധികളും ധിക്കാരികളുമായി ജീവിച്ച ആളുകളാണെങ്കിൽ വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദാ, ദാഹിച്ച് വലഞ്ഞ് തൊണ്ട വരണ്ട് നാവണങ്ങി ശബ്ദിക്കാൻ പറ്റാത്ത നിലക്ക് ദാഹിച്ച് അങ്ങേയറ്റത്തെ ദാഹിച്ചു വലഞ്ഞവരാണ്. അതേ സമയത്ത് മുത്തഖീങ്ങളാണെങ്കിലോ യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദാ, റബ്ബിന്റെ വിധി തീരുമാനം സ്വീകരിക്കാൻ വേണ്ടി മുത്തഖീങ്ങളായ ആളുകൾ ഖബറിൽ നിന്ന് പുറപ്പെടുന്നത് വഫ്ദാ, വാഹന സംഘമായിട്ടാണ്. ആരെയും കാലിൽ നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുന്നില്ല. അള്ളാഹുവിന്റെ വിശിഷ്ടാതിഥികളാണ് അവർ. അള്ളാഹുവിനെ പേടിച്ച് അവനെ ഭയപ്പെട്ട് അവന് വഴിപ്പെട്ട് ജീവിച്ച അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്. അവരെ സൽക്കരിക്കാൻ വേണ്ടി വിരുന്നുകാരായി ക്ഷണിച്ചവരാണ്. അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബിന്റെ വിധി സ്വീകരിക്കാൻ വേണ്ടി മഹ്ശറാ ലോകത്തേക്ക് അവർ പുറപ്പെടുന്നത് വഫ്ദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഹനം നൽകിയിട്ട് ആ വാഹനപ്പുറത്താണ് അവർ യാത്ര ചെയ്യുന്നത്. ഈ വാഹനങ്ങളെപ്പറ്റി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഈ ലോകത്ത് മുഅ്മിനീങ്ങളായ മനുഷ്യർ അള്ളാഹുവിനു വേണ്ടി ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കാക്ഷിച്ചുകൊണ്ട് ചെയ്ത പുണ്യകർമ്മങ്ങളേതോ ആ പുണ്യകർമ്മത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വാഹനത്തിന്റെ രൂപത്തിൽ ഇവന്റെ ഖബറിന്റെ പരിസരത്ത് ഹാജരാക്കി കൊടുക്കും. ഇവൻ ഖബറിൽ നിന്ന് ജീവൻ വെച്ച് എഴുന്നേറ്റ് അള്ളാഹുവിന്റെ വിധി തീരുമാനത്തിലേക്ക് വരാനുള്ള വിളി കേൾക്കുമ്പോൾ സജ്ജമായി ഒരുങ്ങി നിൽക്കുന്ന വാഹനം തന്റെ തൊട്ടടുത്ത്, ആ വാഹനത്തിൽ കയറി വളരെ സുഖസുന്ദരമായി യാതൊരു നിലക്കുള്ള പ്രയാസവും വിഷമവും അവൻ അനുഭവിക്കുന്നില്ല. അവൻ നടക്കേണ്ടതില്ല, അവന് മറ്റ് യാതൊരു തരത്തിലുള്ള വിഷമവുമില്ല. സ്വർഗത്തിൽ നിന്നുള്ള പ്രത്യേകമായ വാഹനങ്ങൾ അവർക്ക് നൽകപ്പെടുമെന്ന് ചില ഹദീസുകളിൽ കാണാം. അതേ സമയത്ത് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ബലി വരുന്ന ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉളുഹിയ്യത്തറുത്തവരാരോ ആ ഉളുഹിയ്യത്ത് മൃഗം ഈ ഖബറിൽ വെച്ച് നമ്മൾക്ക് യാത്ര പുറപ്പെടാൻ നമുക്ക് വാഹനമായി അള്ളാഹു തആല നൽകും. അതുകൊണ്ട് ഉളുഹിയ്യത്തറക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും വിലപിടിപ്പുള്ളതും കാഴ്ചയ്ക്ക് ഏറ്റവും സുന്ദരമായതുമായ മൃഗത്തെ വേണം ബലിയർക്കാൻ. കാരണം ഈ മൃഗമാണ് നാളെ പരലോകത്തേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് അവിടെ തരിക. അപ്പൊ നല്ല സുന്ദരമായതും വിലപിടിപ്പുള്ളതും മുന്തിയതുമായ മൃഗത്തെയാണ് ബലിയർത്തതെങ്കിൽ അത്രയും മുന്തിയ വാഹനമായി അത് നമുക്ക് ലഭിക്കും. ഇനി അങ്ങനെ ബലിയർത്തവനല്ല, അതേസമയത്ത് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പള്ളി നിർമ്മിച്ചവനാണ് എങ്കിൽ ആ പള്ളി അവിടെ അവന് വാഹനമായി ലഭിക്കുന്നു. ഒരു പള്ളി കുറെ ആളുകൾ കൂടി നിർമ്മിച്ചതാണെങ്കിൽ ആ ആളുകൾ ഒന്നിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനത് നൽകുന്നു. അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വിശുദ്ധ കഅബ ശരീഫിൽ പോയി ഹജ്ജ് ചെയ്തവനാണെങ്കിൽ, അതല്ലെങ്കിൽ ഉംറ നിർവഹിച്ചവനാണെങ്കിൽ, ഇതൊക്കെ ഇഖ്ലാസിനാണ് അവിടെ വില. ഈ ലോകത്ത് ചെയ്യുമ്പോൾ പേരിനും പ്രശസ്തിക്കുമാവരുത്. അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്ത ഹജ്ജോ ഉംറയോ ഉണ്ടെങ്കിൽ അതവര് പോകേണ്ട വാഹനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. ഇങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് അള്ളാഹുവിന്റെ വജ്ഹിനു വേണ്ടി നാം ഇവിടെ നിന്ന് ചെയ്ത ഇബാദത്തുകൾ ഏതോ ആ ഇബാദത്തുകളൊക്കെ വാഹനമായി ലഭിച്ച് ആ വാഹനപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ട് യാതൊരു വിഷമം അറിയാതെ സുഖസുന്ദരമായവർ പുറപ്പെടുകയാണ്. ഈ പുറപ്പെടുന്ന സമയത്ത് യൗമ യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ യാത്ര ചെയ്യുമ്പം ഈ ലോകത്തിന്റെ അവസ്ഥയല്ല, അവിടെ വെളിച്ചമില്ല, വെളിച്ചം കാണാനുള്ള സൂര്യനും ചന്ദ്രനും അവിടെ ഇല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ സൂറത്തുൽ ഖിയാമത്തിലൂടെ അക്കാര്യം പറഞ്ഞുപോയി. യഖൂലുൽ ഇൻസാനു ഐനൽ മഫർ, എവിടേക്കാണ് പോകുന്നത്, എന്താണ് ചെയ്യുക? കാരണം വഴി അറിയുന്നില്ല, വെളിച്ചമില്ല, കൂരിരുട്ടാണ്. കാരണം സൂര്യനും ചന്ദ്രനും ഫജുമിഅ ശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും ചുരുട്ടപ്പെട്ട് അതിന്റെ പ്രകാശം നശിച്ചു, അതിന്റെ ഉപയോഗം ഇല്ലാതായിപ്പോയി. ഇനി സൂര്യന്റെ വെളിച്ചമോ ചന്ദ്രന്റെ വെളിച്ചമോ അവിടെ ലഭ്യമല്ല. ആ സമയത്ത്
ഇവൻ ചെയ്ത സ്വാലിഹായ അമലുകളുടെ പ്രകാശമല്ലാതെ മറ്റൊന്നും അവിടെ ലഭ്യമല്ല. സ്വാലിഹായ അമലുകൾ ചെയ്ത് യഥാർത്ഥ ഈമാനുണ്ടെങ്കിൽ യൗമ യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം, അവരുടെ മുമ്പാകത്ത് അവരുടെ കണ്ണെത്തുന്ന ദൂരം വരെയും ഇവൻ ചെയ്ത സ്വാലിഹായ അമലുകളുടെ വെളിച്ചമാണ്. അതിന്റെ പുറമെ അവന്റെ വലഭാഗത്തേക്കും അവൻ നോക്കിയാൽ കാണാവുന്ന അത്രയും വെളിച്ചമാണ്. എന്നിട്ട് ഈ വെളിച്ചം കാണുക മാത്രമല്ല, ബുഷ്റാക്കുമുൽ യൗം, നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങൾക്കിന്നാണ് സന്തോഷം. ആര്? മലായിക്കത്ത്. അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, തത്നസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ. മരണസമയത്ത് അവർ സന്തോഷവാർത്ത അറിയിച്ചത് കൊണ്ടായില്ല, പരലോകത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്ന സമയത്തും വീണ്ടും ഈ ആവർത്തനം. നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല, യാത്രയിൽ നിങ്ങൾക്ക് സഹയാത്രികരായി ഞങ്ങളുണ്ട് കൂടെ. അല്ലാഹുവിന്റെ മലായികത്ത് ഞങ്ങളുണ്ട് കൂടെ, നിങ്ങൾക്ക് വഴികാട്ടിത്തരാൻ. ഞങ്ങളുണ്ട് നിങ്ങൾക്ക് ആവശ്യമാവുന്ന സഹായം വഴിയിൽ വെച്ച് ചെയ്തു തരാൻ. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്തുപകാരം വേണമെങ്കിലും ചെയ്യാൻ സന്നദ്ധരായി നിങ്ങളുടെ സേവകരായി ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട, നിങ്ങൾ വഴിയറിയാതെ നട്ടം തിരിയേണ്ട ആവശ്യമില്ല, വഴി ഞങ്ങൾ കാണിച്ചു തരാം. തന്നെയല്ല, വെളിച്ചമില്ലാതെ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ കാണുന്ന കണ്ണെത്തുന്ന ദൂരം വരെ ഇതാ നിങ്ങളുടെ മുന്നിൽ വെളിച്ചം. അങ്ങനെ വെളിച്ചം കണ്ട് ബഹുമാനപ്പെട്ട മുഖറബീങ്ങളായിരിക്കുന്ന മലായിക്കത്തുൽ കിറാം സാന്ത്വനവും സമാധാന വാക്കുകളും പറഞ്ഞുകൊണ്ട് സഹയാത്രികരായിക്കൊണ്ട് ഇവിടെ വെച്ച് ചെയ്ത പുണ്യകർമ്മങ്ങളാവുന്ന സ്വാലിഹായ അമലുകൾ വാഹനമാക്കിക്കൊണ്ട് മുഖറബീങ്ങളായിരിക്കുന്ന ആളുകൾ യാത്ര ചെയ്യുമ്പോൾ രണ്ടാമതൊരു കൂട്ടരുണ്ട്. അവര് മോമിനീങ്ങൾ തന്നെയാണ്, പക്ഷേ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. എന്നാൽ അവരൊരുപാട് നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈമാൻ എന്ന് പറയുന്ന മുടക്ക് മൂലധനം അവരുടെ കൈവശമുണ്ട്. അവർക്ക് വാഹനം ലഭിക്കുകയില്ല, അവർ വാഹനത്തിന് അർഹരല്ല. എങ്കിലും അവർ എഴുന്നേറ്റുകൊണ്ട് രണ്ട് കാലിൽ സുഖമായി നടക്കുന്നു. അവർക്ക് കാണാൻ ആവശ്യമായ ചുറ്റുപാടിൽ ആവശ്യമായ വെളിച്ചവും അവർക്ക് ലഭിക്കുന്നു. എന്നാൽ അവർക്ക് പ്രയാസങ്ങളുണ്ട്, വഴി വേണ്ടതുപോലെ അറിയില്ല, ആരും കൂടെ പോരാൻ സഹയാത്രികരില്ല, ആവശ്യമാവുന്ന നിർദ്ദേശങ്ങൾ തരാനും വഴി കാണിച്ചു തരാനും കൂടെയാളില്ല. എങ്കിലും അവർ വിഷമുണ്ട്. ചിലയൊക്കെ നിന്നുകൊണ്ടും കുറെയൊക്കെ വിഷമിച്ചുകൊണ്ടും കുറെയൊക്കെ വഴി അന്വേഷിച്ചുകൊണ്ടും പ്രയാസപ്പെട്ടാണെങ്കിലും രണ്ട് കാലിൽ സുരക്ഷിതമായി നടക്കാം. അത്യാവശ്യത്തിന് അവന്റെ പരിസരത്ത് മാത്രം ആവശ്യമായ വെളിച്ചവുമുണ്ട്. ഇങ്ങനെയുള്ള രണ്ടാമതൊരു ടീം നടന്നു പോകുമ്പോൾ മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൂന്നാമത്തൊരു കൂട്ടരങ്ങനെ മൂന്ന് വിഭാഗമായാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മലായിക്കത്ത് കാല് പിടിച്ച് മുഖം നിലത്തിട്ട് വലിച്ചു കൊണ്ടുപോകുന്നൊരു കൂട്ടരുമുണ്ട്. യൗമ യുസ്ഹബൂന അലാ വുജൂഹിഹിം, നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ ഈ ഖബറിൽ വെച്ച് തന്നെ എഴുന്നേറ്റ് പോകുന്ന മശ്റയിലേക്ക് പോകുമ്പോൾ തന്നെ അവർക്ക് വാഹനം ലഭ്യമല്ല, അവർക്ക് വെളിച്ചം ലഭിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, രണ്ട് കാലിൽ നടക്കാനുള്ള സ്വാതന്ത്ര്യവും അവർക്കില്ല. മറിച്ച് മുഖം കൊണ്ടാണ് അവർ നടക്കേണ്ടത്. ബഹുമാനപ്പെട്ട സഹാബാക്കിറാം ചോദിക്കുന്നു, ഹബീബായ നബിയെ, മുഖം കൊണ്ട് എങ്ങനെ നടക്കുക? മുഖം കൊണ്ട് നടക്കാൻ കഴിയുമോ? കൈ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, കാല് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, മുഖം കൊണ്ട് എങ്ങനെയാണ് നടക്കുക? ആ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി പറഞ്ഞത്, അല്ലദീ യംശാ അലാ റിജ്ലൈഹി യംശി അലാ വജീഹി, രണ്ട് കാലിൽ നടക്കാൻ കഴിവ് കൊടുത്തവൻ റബ്ബാണെങ്കിൽ ആ റബ്ബ് അവരെ മുഖം കൊണ്ട് നടത്താനും അവന് കഴിയും.